പീലിംഗ് ചെയ്യണ മെഷീനാണ് കേട്ടോ ഈ കാണുന്നത്. പൊടിയായിട്ടുള്ളത് വരുമ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് കളർ ആയിട്ടുള്ളത് ഇത് 150 ആണ് മാഡം. ഇത് 180. ഇത് ഏറ്റവും വലിയ സൈസാണ് മാഡം. ഇത് മുഴു ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത്. ഇത് എല്ലാ ഹോട്ടലിലും ഗ്രേവിയിലും ഇത് മിക്സ് ചെയ്ത് ഇത് ഗ്രേഡിംഗ് നടക്കുന്നത് ഇവിടെ പറ്റുന്നില്ല. എന്ത് സിമ്പിൾ ആയിട്ടാ ചെയ്തത് നോക്ക്. നിങ്ങളുടെ കയ്യിൽ ഈ കാഷ്നട്ട് എന്ന് വെച്ചാൽ കശുവണ്ടി, ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയണ്ട. ചാക്കിക്കോടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി അത് നിലത്ത് വരെ എത്തും. ഓരോരുത്തരുടെ വീട്ടിലേക്ക് നമുക്ക് കാഷ്നട്ട് എത്തുന്നത് അത് ഇവിടെ നിന്നാണ്. ഫുൾ ആയിട്ടുണ്ട്. ഇത് മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആവും. ടോട്ടൽ 10 hours പ്രോസസിംഗ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഈ കാഷ്നട്ട് എന്ന് വെച്ചാൽ കശുവണ്ടി, ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയണ്ട. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അതിന്റെ ഒരു മാനുഫാക്ചർ ബിഗ് കമ്പനിയിലേക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പ്രോസസിങ് എവിടുന്നാണെന്നുള്ളത് അത് നമുക്ക് ആദ്യം കാണാൻ വരും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിലാണ് കേട്ടോ, കശുവണ്ടി പറമ്പിൽ, കാഷ്നട്ട് പറമ്പിൽ. അപ്പൊ ഇവിടെ നിന്നാണ് മൊത്തം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ ഇവിടുത്തെ ഓണർ തന്നെയുണ്ട്. ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കാഷ്നട്ട് ഫാമിലാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താ പ്രോസസ്സിംഗ് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക്, ഓരോരുത്തരുടെ വീട്ടിലേക്ക് നമുക്ക് കാഷ്നട്ട് എത്തുന്നത് അത് ഇവിടെ നിന്നാണ് അല്ലേ. അപ്പൊ ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാ? നമ്മള് കശുവണ്ടി അല്ലെങ്കിൽ കശുമാവ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ വീട്ടിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓരോരോ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന കായാണ് ഇത് അല്ലേ. ഇതാണ് ഫസ്റ്റ് വരുന്ന കായ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു പഴുത്തിട്ടുള്ള ഇതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് സീസൺ ടൈമിലല്ലേ ഉണ്ടാവുള്ളൂ? സീസൺ ടൈമിലുണ്ടാവും. ഈ മെയ് ജൂണിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കാഷ്നട്ട് എന്ന് പറയുന്നത്. അതിൽ പഴുത്തതും പഴുക്കാത്തതും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സംഭവം ഇതാണ്. ഇത് കാഷ്നട്ട് ആണ്. ഇതാണ് കാഷ്നട്ട്. ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെത്തുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ഫാക്ടറിയിൽ പോയി കണ്ടുവയ്ക്കാമല്ലോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് പണ്ഡുരുട്ടി ഇവിടുന്നാണ്. കേരളത്തിൽ ഇപ്പം ഇല്ലല്ലോ, ഈ ഇത് നിർത്തി വെച്ചു. കേരളത്തിൽ ഇപ്പോൾ പ്രോസസ്സിങ് നിർത്തി വെച്ച് ലേബറിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇപ്പോൾ കമ്പനി ക്ലോസ് ചെയ്ത്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പണ്ഡുരുട്ടിയിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് മേഡം. കേരളത്തിൽ ഇവരുടെ മാത്രമല്ല എല്ലാവരുടെയും നിർത്തിവെച്ചേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് കാഷ്നട്ട് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം. അതിൽ കാഷ്നട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് വെറും കാഷ്നട്ട് അല്ല, അതിൽ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്, കുറേ ഡീറ്റെയിൽസ് അറിയാണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ ഇത് ഫാമാണ്, ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വരൂ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോരോ പ്രോസസ്സിങ്. അപ്പോൾ ഈ ഒരു കശുവണ്ടി, ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപ്പാണ് നമുക്ക് വേണ്ട. ആ പരിപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ, അതിങ്ങനെ ഓരോന്ന് ട്രെയിലാക്കി വെക്കണ ഒരു പ്രോസസ്സിംഗ് ആണ് ഫസ്റ്റത്തെ പ്രോസസ്സിംഗ് വരുന്നത്. ഇതിപ്പോ ബ്രേക്ക് ആയിട്ടുള്ളതല്ലേ? ഇപ്പൊ ബ്രേക്ക് ആവാത്തതും ഉണ്ടോ? ബ്രേക്ക് ആവാത്തതുണ്ട്. ഇത് ബ്രേക്ക് ആവുന്നത് ഇതുണ്ടല്ല, ഇത് ഫുൾ ആയിട്ടുണ്ട്. ഇത് മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആവും. ഓക്കെ. ചിലത് ബ്രേക്ക് ആവും, ചിലത് ഫുൾ ആയിട്ട് വരും. ഓക്കെ. അത് ബ്രേക്ക് ആവുന്നത് ബേക്കറി ഐറ്റംക്ക് പോവും. ഫുൾ ആയിട്ട് ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടി, അത് സെപ്പറേറ്റ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്കുള്ള പ്രോസസ്സിംഗ്, വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രോസസ്സിംഗിലേക്കാണ് ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ ഫുൾ ആയിട്ടുള്ളതിന്റെ കാണാം. ഇത് ഫുൾ ആയിട്ടുള്ളത് ഇതാ, തോലോട് കൂടിയിട്ട് ഫുൾ ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതാ അത്രയ്ക്ക്. അപ്പൊ ഇത് ഫുൾ ആയിട്ടുള്ളത്, ഇത് ബ്രേക്ക് ആയിട്ടുള്ളത് വരുന്നത്. ഇത് ട്രെയിൽ വെക്കുന്നത്. അപ്പൊ ഈ ട്രെയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോസസ്സിംഗ് അടുത്തത് അടുത്തത് ഹീറ്റിംഗ് പ്രോസസ്സിംഗ്. ഇത് ഓപ്പൺ ചെയ്യാണോ? ഇത് ഹീറ്റിന്റെ ഓപ്പൺ ചെയ്യും. ചൂടുണ്ടാവേ? ചൂടുണ്ടാവും. ഇങ്ങനെ ഓരോന്ന് ട്രേ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റൂലേ? ജസ്റ്റ് വലിച്ചാൽ മതിയാ? പറ്റുന്നില്ല. എന്ത് സിമ്പിളായിട്ടാ ചെയ്തത് നോക്ക്. അപ്പൊ ഇത് രണ്ട് സൈഡ് ഇങ്ങനെ ട്രേ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഹീറ്റിംഗ് നടക്കാണ്, ചൂട് നടക്കാണ്. ചൂട് എത്ര ടൈം എടുക്കും? ചൂട് 5 hours ഫസ്റ്റ് ഇടും. ഫസ്റ്റ് ഇടുമ്പോൾ അതിന്റെ സ്കിന്ന് ഒരു റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ച് ഉണ്ടായിട്ട് തിരിച്ച് ഒരു ഹാഫ് ആൻ അവർ തിരിച്ച് പുറത്തുണ്ടായി ഇത് എടുക്കാൻ പറ്റുമോ? ഒരെണ്ണം ചൂടുണ്ടാവൂലേ? ഇപ്പൊ വെച്ചിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് ഉള്ളതാണ് കേട്ടോ. ഈ സ്കിന്ന് നമുക്ക്
5 hours ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് സ്കിൻ ഒന്ന് പീൽ ആവാനായിട്ട് പിന്നെയും തണുത്തിട്ട് വീണ്ടും വെക്കും. തണുത്ത് ഹാഫ് ആൻ അവർ തണുത്തിടും. തണുത്തിട്ട് തിരിച്ച് 5 hours വീണ്ടും ഇടും. ഓക്കെ, അപ്പൊ ടോട്ടൽ 10 hours ഒരു പ്രോസസിംഗ് ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അടച്ചോ. അപ്പൊ ഇതിൽ തന്നെ ഒരു 10 hours പ്രോസസിംഗ് ആണ് നടക്കുന്നത്. ഇപ്പൊ എത്ര കിലോ വരെ ഇതിൽ പോവും? കട്ടിംഗ് മെഷീൻ 72 മിനിറ്റ് ആവുമ്പോൾ അങ്ങനെ കട്ടാവും. അങ്ങനെയാ ടെമ്പറേച്ചർ കട്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓട്ടോ കട്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ 5 മണിക്കൂർ കഴിയുമ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്താ? അടുത്ത പ്രോസസ്സ് അകത്ത് പോകും. ഇതിൻ്റെ ഉള്ളിലാണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. ഇവിടെ എന്താ ഫാൻ ഇട്ടിട്ട് കൂളിംഗ് വെള്ളം ഇതിന്റെ വെള്ളം വരും മേഡം. അതെ, ഓൺ ചെയ്യണം. ഇതിന്റെ സൈഡില് മൊത്തം ചാക്കാണ് ഇരിക്കുന്നത്. ഈ ഫുൾ ചാക്കി കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അതുപോലെ തന്നെ നിലത്ത് വെള്ളം വരുന്നത് കണ്ടോ? ചാക്കിക്കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി അത് നിലത്ത് വരെ എത്തും. ഫുൾ നിലത്ത് മൊത്തം വെള്ളമാണ്. അപ്പൊ ഈ വെള്ളം വെക്കണെന്ന് വെച്ചാൽ കൂളിംഗ്. അപ്പോൾ ഹീറ്റ് ആയിട്ടുള്ള സംഭവം അത് കൂളിംഗിൽ വെക്കുക. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് പോവില്ലേ? ഇത് ഒരു നോർമലായ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യും. നോർമലായിട്ട് ഇതിൽ ചൂട് ചെയ്യുന്നില്ല, തിരിച്ച് ഇത് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്ത് അത് തിരിച്ച് അതിൽ പീലിംഗ് മെഷീനിൽ പോകുമ്പോൾ അതിന്റെ സ്കിന്ന് വെളിയാവാൻ വേണ്ടി അത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ. അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട്, ഞാൻ ഒന്ന് എടുത്തു നോക്കട്ടെ. ഇത് കൂള് ചെയ്തിട്ടുള്ളതാണ്. മറ്റേ ക്രിപ്സി ആണ്. എന്നാ പോലെ ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ തോല് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വിടർന്ന് പോട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ പ്രോസസ്സിങ്. അപ്പോൾ അതൊരു കുറച്ച് ടൈം എടുക്കും. കേടായിട്ടുള്ളത് അതൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് കൂടി നടക്കുന്നുണ്ട്. കണ്ടോ, തോല് ഫുൾ സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഇത് 8 hours ഒരു പ്രോസസ്സിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇത് കറക്റ്റ് ആ ഫാൻ ഇട്ട് തണുത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുത്ത ശരിക്കും AC യുടെ ഉള്ളിൽ കയറിയൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ 8 hours പ്രോസസ്സിങ് ഇവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്താ പ്രോസസ്സിങ് വരുന്നത്? ഇത് കഴിഞ്ഞിട്ട് 24 hours അവിടെ ഇടും മേഡം. ഇങ്ങനെ സാക്കലുണ്ടാവും. 24 hours ഡ്രൈ ആവും, ഫുൾ ഡ്രൈ ആവും. 24 hours കഴിഞ്ഞ് പീലിംഗ് മെഷീനിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ ഇത് ഫുൾ 24 hours ഇങ്ങനെ ചാക്കിൽ വെക്കണം. അപ്പൊ ചാക്കിൽ ഇതേ നിറയെ കാഷ്യൂനട്ടാണ് കേട്ടോ. ഇത് ഹീറ്റിംഗ് പ്രോസസ്സിങ്ങും കൂളിംഗ് പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതൊന്നും ഇങ്ങനെയല്ലല്ലോ നമ്മുടെ കയ്യിൽ കിട്ടുക. ഇനി അടുത്ത ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിംഗ്. ഇത് പീലിംഗ് മെഷീൻ ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് പൊട്ട ആൺ ചെയ്യും. ഇതാണ് പീലിംഗ് മെഷീൻ. പീലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ സ്കിന്ന് പീലാവുന്ന മെഷീനാണ്. അപ്പം അങ്ങനെ കുറേ സ്കിൻ പീലായി കഴിഞ്ഞിട്ട് ഇതാ ട്രെയിലൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രോസസ്സിങ്. കണ്ടോ ഫുൾ. അപ്പം ഇനി ഇതിൽ നല്ലതും പൊട്ടയൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കും അല്ലേ? സെപ്പറേറ്റ് ആക്കി. ഇതിൽ കുറച്ച് ബ്ലാക്ക് ഉണ്ട്, കുറച്ച് വൈറ്റ് ഉണ്ട്. അടുത്ത പ്രോസസ്സാണ്. ട്രെയിൽ ഓരോന്ന് കൊണ്ടുവന്നിട്ട് പീലിംഗ് ചെയ്യണ മെഷീനാണ് കേട്ടോ ഈ കണ്ടത്. അത് മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കിന്ന് കറക്റ്റായിട്ട് അടിപൊളി. ഇവിടെ ടെമ്പറേച്ചർ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ള് ഇതിൽ നിന്ന് ഇങ്ങനെ പീൽ ചെയ്ത് അതിൻ്റെ തൊലി പോകണം. തൊലി പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് കിട്ടും. ഇത് ഇനി ആയി വരണം. എത്ര ടൈം എടുക്കും അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട്? ഇവിടെ നിന്ന് വരാൻ വേണ്ടി ഒരു ജസ്റ്റ് 3-5 seconds അത്രേ ഉള്ളൂ. 3 to 5 seconds. ഇത് ഇതിലിട്ടിട്ട് ഇതിങ്ങനെ ട്രേ വേണം അല്ലേ? നമ്മൾ വെയിറ്റിംഗ് ആണ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ചെയ്യാം എത്രത്തോളം ടൈം. വന്നു തുടങ്ങി. ഇത് അവിടെ നിന്ന് വീഴണത് കണ്ടോ? ഇത് ഫുള്ളിങ്ങനെ ഫീലായി വരാണ് കേട്ടോ. അപ്പൊ ഇതില് നല്ലത് മാത്രമേ ഇവിടെ വരുള്ളൂ. മറ്റേ പൊട്ടിയത് ഇപ്പുറത്തേക്കാ വരുന്നത്, അങ്ങനെയാണോ? അതിലെ പീസ് ചെറിയ പീസ് തനിയാ വരും. വലിയ പീസ് സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ വലിയ പീസ് ആയിട്ടും ഫ്രണ്ടില്, അതേപോലെ തന്നെ ചെറിയ പീസ് അതിന്റെ ചെറിയ തുണ്ട് അപ്പുറത്ത്, അതിന് പൊടിയായിട്ടുള്ളത് അപ്പുറത്ത്, അങ്ങനെ ഓരോരോ സെക്ഷൻ വൈസ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ കറക്റ്റ് മുന്നോട്ടുള്ള പീസാണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഇതിൽ തന്നെ വേർതിരിക്കാനായിട്ട് കുറേ പ്രോസസ്സിങ് ഇനിയും ബാക്കി കിടക്കുകയാണ്.
അടിപൊളി അല്ലേ? അപ്പോൾ അതാ ഇത് തൊലി കളഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിൽ ബ്ലാക്കും ഇതൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഗ്രേഡിങ് ചെയ്യോ? ഗ്രേഡിങ് ചെയ്യും മേഡം. ഇത് കഴിഞ്ഞ് ഈ മെഷീനിലേക്ക് പോകും മേഡം. ഈ മെഷീനിലേക്ക് ഈ സംഭവം ഇനി ഈ മെഷീനിലേക്ക് ഇട്ടിട്ട് അതിന്റെ ഒരു ഗ്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വെച്ചാൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറും സെപ്പറേറ്റ് ചെയ്യും മേഡം. ഈ മെഷീൻ ഇങ്ങനെ കളർ സെപ്പറേറ്റ് ചെയ്യും മേഡം. കളർ സെപ്പറേറ്റ് അതെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് കളർ സെപ്പറേറ്റ് ആയി ഇങ്ങനെ ബ്ലാക്ക് കളർ യെല്ലോ കളർ കുറച്ച് കളർ മിക്സ് ആണ് സെപ്പറേറ്റ് ആയി അങ്ങനെ. ഓക്കെ അടിപൊളി കേട്ടോ. ഇത് ഫുൾ വൈറ്റ് കളർ, അതുപോലെ തന്നെ ബ്ലാക്ക് കളർ, പിന്നെ ഇത് പൊട്ടിയത്, ഇതൊക്കെ സെപ്പറേറ്റ് ആക്കും അല്ലേ എല്ലാതും? അപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് ഫുൾ മൂന്നോടെ ആയിട്ടുള്ളത് കിട്ടും, ബ്ലാക്ക് കളർ കിട്ടും, പൊട്ടിയത് കിട്ടും, പകുതി ആയിട്ടുള്ളത് കിട്ടും. ഓരോരു മുന്തിരിൻ്റെ ഓരോരു ഇതുണ്ട് മേഡം. എന്താ പറയുക, ബേക്കറിൻ്റെ പർപ്പസ് ഉണ്ട്, വീട്ടിൽ യൂസ് ചെയ്യുന്ന പർപ്പസ് ഉണ്ട്, പിന്നെ ഇതിൽ ഗുൽഫി ഉണ്ടല്ലോ, ഐസ്ക്രീം ഉണ്ടല്ലോ, ഐസ്ക്രീമിന് ഇടുന്ന ഒരു പർപ്പസ് ഉണ്ട്, സെപ്പറേറ്റ് പർപ്പസ് ഉണ്ട് മേഡം. അപ്പോൾ അതിനായിട്ടാണ് ഈ സെപ്പറേറ്റ് ആ ഒരു പ്രോസസ്സ്. ആ മെഷീൻ ഒന്ന് ഓഫ് ചെയ്തോ? ഓഫ് ശബ്ദം കൂടുതലാണ്, അപ്പോൾ 2 മിനിറ്റിനൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ മെഷീനറി നമ്മളിപ്പോൾ നിൽക്കുന്ന ഫാക്ടറിയിലായതുകൊണ്ട് നല്ല ചൂടും ഉണ്ട്, മെഷീനൊക്കെ ഓണായി എടുക്കല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോരോ സെപ്പറേറ്റ് ചെയ്തിട്ട്, അപ്പോൾ നല്ലത് എന്ന് പറയുമ്പോൾ നല്ലതായിട്ട് സെപ്പറേറ്റ് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ടാവും. സൈസ് അനുസരിച്ചാണ് റേറ്റ് ഉണ്ടാവും മേഡം. അതെങ്ങനെയാ റേറ്റ് വരുന്നത്? എത്ര സ്റ്റാർട്ടിങ് മേഡം? സ്റ്റാർട്ടിങ് ഗ്രേവി ഇടുന്ന ഐറ്റം ഉണ്ടല്ലോ, ഗ്രേവി ചിക്കൻ്റെ ഗ്രേവിയിലൊക്കെ നമ്മൾ അരച്ചിടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലൊക്കെ നമ്മൾ അരച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യും. ആ ഗ്രേവിക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിൽ ഏത് യൂസ് ചെയ്യാം? എന്തായാലും അത്ര നല്ലതൊന്നും നമുക്ക് അരച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇത് ഇങ്ങനെ. അപ്പൊ ഇതാണോ ശരിക്കും പാക്കറ്റ് നിങ്ങളുടെ വരുന്നത്? ഇതാണ് മേഡം. ഇത് നമ്മുടെ സ്ഥലത്തിന്റെ ബ്രാൻഡാണ്, പണ്ഡുരുട്ടി കാഷ്യൂസ്. ഈ സ്ഥലത്തിന്റെ ബ്രാൻഡാണ് മേഡം. ഓക്കെ. ഇതില് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഉണ്ടോ? ഇത് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാവും മേഡം. ഇങ്ങനെ. ഇതിപ്പോ 1 കിലോന്റെ ഒരു പാക്ക് ആയിട്ടാണ് ഇതിങ്ങനെ പ്രോസസ്സിങ്. പക്ഷേ ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ 5 കിലോ അല്ലെങ്കിൽ 10 കിലോ എങ്കിലും മേടിക്കേണ്ടി വരും. മിനിമം 5 കിലോ നമ്മൾ കൊറിയർ ചെയ്യാൻ പറ്റും മേഡം. കൊറിയർ ചെയ്യാൻ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ ഇങ്ങടെ തന്നെ ഡയറക്റ്റ് വരണമെന്നില്ല. അപ്പൊ നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 1 കിലോന്റെ അങ്ങനെ പാക്ക് ആയിട്ട് വെച്ചാലും നമുക്ക് 1 കിലോ ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇനി ഇത് ചെറിയ തുണ്ട് അണ്ടിപ്പരിപ്പാണ് വരുന്നത്, കാഷ്നട്ട് ആണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും? ഇത് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചൊന്ന് കാണാം. ഇതാ ചെറിയ കഷ്ണങ്ങളത്. അപ്പൊ ഇത് ഗ്രേവിക്ക് യൂസ് ചെയ്യുന്നത് ഹോട്ടൽസ് ഉണ്ടല്ലോ, ഇത് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, റെസ്റ്റോറന്റിലുള്ള ഗ്രേവീസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് മുഴുവൻ ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത്. ഇത് എല്ലാ ഹോട്ടലിലും ഗ്രേവിയിലും ഇത് മിക്സ് ചെയ്ത് പോടുമ്പോൾ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവും, ഗ്രേവിയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതുപോലെ ഈ ആഫ്രിക്കൻ കാഷ്യൂനട്ടും ഇന്ത്യയിലെ ഇവിടുത്തെ നമ്മുടെ ദേശീയ കാഷ്യൂനട്ടും ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഏതാ നല്ലത്? ഇത് എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദേശീയ കാഷ്യൂനട്ടില് മധുരം ഉണ്ടാവും, ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവും. ആഫ്രിക്കൻ കാഷ്യൂനട്ടിലെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറച്ചിലായിട്ടുണ്ടാവും ആഫ്രിക്കൻ കാഷ്യൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇസ് ദി ബെസ്റ്റ്. ഇന്ത്യൻ ദേശീയാണ് ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ തുണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഇത് ഹോട്ടൽ പർപ്പസിന് അല്ലെങ്കിൽ കാറ്ററിംഗ് നടത്തുന്നവർ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് അരച്ച് മിക്സ് ചെയ്തിട്ട് ഗ്രേവിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബർഫി, പേട അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈ ബർഫി എന്നൊക്കെ പറഞ്ഞാൽ ഐസ്ക്രീം അങ്ങനത്തേലൊക്കെ ചെറിയ തുണ്ട് കഷ്ണങ്ങൾ നമുക്ക് വായിൽ വെക്കുമ്പോൾ കിട്ടാറുണ്ട്. ഇത് കാട്ടിലും വൈറ്റ് ആണ് മേഡം. ഇത് കുറച്ച് റെഡ് ഉണ്ടല്ലോ, ഇത് ഫുൾ വൈറ്റ് ഉണ്ടാവും. കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് നോക്കാം നമുക്കിതാ. ഇതാകുമ്പോൾ ഒരു ഇത്തിരി കളർ മിക്സ് ആയിട്ടുള്ളതാണ്, ബ്ലാക്കും റെഡും അങ്ങനെയൊക്കെ മിക്സ് ആയിട്ട് വരുന്നത്. ഇതാകുമ്പോൾ പ്യുവർ വൈറ്റിൽ വരുന്നതാണ്. അപ്പൊ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താ പറയുക? ഇത് ഗുൽഫി ഉണ്ടല്ലോ, ഗുൽഫി ഐസ്ക്രീം അങ്ങനെ ഉണ്ടാവുന്ന ജ്യൂസ് അതിൽ ഇടുന്ന ഐറ്റമാണ്. ഷേക്ക് അങ്ങനത്തെ ആവശ്യത്തിന് മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ കുൽഫി ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേ നിടുന്ന സംഭവം. അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കൺമുന്നിൽ കാണുന്നതാണ് ഈ ഒരു കാഷ്യൂനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു വൈറ്റ് കളർ അതിൽ വേണം. പക്ഷേ നമ്മൾ ഗ്രേവി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അരച്ച് ചേർക്കണത് കൊണ്ട് നമുക്ക് കളർ അത് കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാഷ്യൂനട്ട് പൊട്ടിയതായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനത്തെ വേണ്ട, നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതാണെങ്കിൽ അങ്ങനത്തെയും കിട്ടും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതാ പ്യുവർ വൈറ്റിൽ ബ്രേക്ക് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ പകുതി ആയിട്ടുള്ളത് ഇത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വേണമെന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ളതും കിട്ടും.
ഇതാ ഇത് ഫുൾ ആയിട്ടുള്ളത്. അത് ഇനി വേർതിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പല പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ കാട്ടാം മേഡം. ഇനി ഇതിന്റെ ശരിക്കുള്ള അധ്വാനം എന്ന് പറയുന്നത് ഇത് ഗ്രേഡിംഗ് നടക്കുന്നത് ഇവിടെയാണ്. ഇത്രയും ലേഡീസ് ഇരുന്നിട്ടാണ് കേട്ടോ ഗ്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിതാ ഫുൾ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ വൈറ്റ് മാത്രം. ഇത് 320 എന്ന് പറയുന്നത്. ഈ 320 എന്ന് പറയുന്നത് സൈസാണ് മേഡം. ഓക്കെ, അപ്പൊ ഈ സൈസോ സെയിം സൈസ്. ഇത് 240 മേഡം. ഇത് 240, ഇത് 320. ഓക്കെ, എന്റെ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് 240 ആണ്. ഇത് 220. അങ്ങനെ സൈസാണ്. അപ്പൊ ഈ സൈസ് അനുസരിച്ചിട്ടാണ്. ഈ സൈസിന്റെ കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോൾ അറിയണത് കേട്ടോ. നമ്മൾ കാണുമ്പോൾ വലുതും ചെറുതും എന്നുള്ള ഇത് മാത്രം നമുക്ക് അറിയുള്ളൂ. പക്ഷെ അതിനും സൈസസ് ഉണ്ട്. 380, 320, 240 അങ്ങനെ സൈസസ് ഉണ്ട്. അപ്പൊ വലുപ്പം ചെറുപ്പം നോക്കിയിട്ട് അതിനുള്ള ക്വാളിറ്റി. ഇത് 180. ഇത് 180. ഇത് ഏറ്റവും വലിയ സൈസാണ് മേഡം. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടല്ലോ, അവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്കുള്ളത് വെച്ചാൽ ഏറ്റവും ഞാൻ വിചാരിച്ചത് 320 എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ സൈസ് ആയിരിക്കും. അപ്പൊ വലിയ ചെറിയ നമ്പർ വരുമ്പോഴാണ് അത് വലിയ സൈസ് ആവണത്. അപ്പൊ ഇത് 120, ഇത് 180 എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ സൈസ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 180 × 240 × 320 ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സൈസസ് കുറേ ചെയ്യാം. പിന്നെ വരുന്നത് പൊടിയായിട്ടുള്ളതുണ്ട്, ബ്രേക്ക് ആയിട്ടുള്ളതുണ്ട്, പകുതി ആയിട്ടുള്ളതുണ്ട്. ഇത് ബേക്കറി ഐറ്റംസ് ആണ് മേഡം. ഇത് 4 പീസ് എന്ന് പറയും. ഇത് ബേക്കറിന്റെ ഐറ്റം ആണ് മേഡം. ബേക്കറിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ, പിന്നെ അതിന്റെ തന്നെ കളർ ആയിട്ടുള്ളത്. ഇത് വൈറ്റ് കളർ കണ്ടത് നേരത്തെ. ഇത് വരുമ്പോൾ നമുക്കൊരു കളർ. ഇത് ഇനി ഇതും സെപ്പറേറ്റ് ആക്കൂല്ലേ? ഇത് സെപ്പറേറ്റ് ആക്കും മേഡം. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കും മേഡം. ഇതൊക്കെ ഗ്രേഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കും. അങ്ങനെ ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ മൊത്തം ഇരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഒരാൾ വലുത് ചെയ്യുമ്പോൾ ഒരാൾ ചെറുത് ചെയ്യും. അങ്ങനെ ഇത് വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പണ്ടുട്ടി വരാൻ സാധിക്കും. ഇവിടെ വന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഇത് ലാഡ്ജ് ഉണ്ട്. ഇവിടെ നിങ്ങൾ താമസിച്ച് ഡയറക്റ്റായി കമ്പനി വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് നമ്മൾ GPay ഓൺലൈൻ ട്രാൻസാക്ഷൻ മൂലമാണ് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് 5 കിലോ ആണ് നമുക്ക് മേടിക്കേണ്ടത്. 5 കിലോ മിനിമം. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ 6, 10 അങ്ങനെ നമ്മുടെ കാറ്ററിംഗ് ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ. പിന്നെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേഡം ഒരു 50 kg മേടിച്ചെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെലവ് കുറവായി കിട്ടും. ഇപ്പോൾ ഒരു 10 kg മേടിച്ചെങ്കിൽ ടിന്ന് പറയുമ്പോൾ ഉണ്ടോ? ടിന്ന് ഇവിടെ കാണിക്കാം. ടിന്നിലാക്കിയിട്ട് തന്നെ നമുക്ക് കവറിലല്ല. സാധാരണ 5 കിലോ എന്നൊക്കെ പറയുമ്പോൾ മുന്നോടെ മേടിക്കുമ്പോൾ നമുക്ക് കവറിലാക്കി തരുമ്പോൾ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ ടിന്നിലാക്കിയിട്ടാണ് അവർ സപ്ലൈ തരുന്നത്. ഇതിൽ 100% ഡാമേജ് വരില്ല മേഡം. 100% ഷുവർ മേഡം. ഒരു ഡാമേജും വരില്ല. ടിന്നിൽ പോടുമ്പോൾ ഡാമേജ് വരും. ഇത് ബക്കറ്റാണ്, പ്ലാസ്റ്റിക് ബക്കറ്റാണ്. ഇതിൽ ഡാമേജ് ചാൻസ് ലെസ് മേഡം. ഇല്ല ചാൻസ് ഇല്ല. ഇത് ഇപ്പൊ എത്ര കിലോന്റെ? ഇത് 10 kg ഒരു ബക്കറ്റാണ് ഈ കാണുന്നത്. ഒരു ഇതിലെന്ന് പറയുമ്പോൾ സേഫ്റ്റി ആയിട്ട് ഡാമേജ് ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് എത്തും. കൊറിയർ ആയിട്ട് അയക്കുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അതുപോലെ തന്നെ കറക്റ്റ് മൂടിയോട് കൂടി അത് ലോക്ക് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിലാണ് നമുക്ക് കയ്യിൽ അല്ല ഫുൾ ലോക്കിംഗ് സിസ്റ്റം. ഇത് ഫുൾ ലോക്ക് ആവും മേഡം. ഇത് തിരിച്ച് ഇത് 1 യൂസ് മേഡം. 1 യൂസ്. ഇത് ലോക്കായി ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ ലോക്കായി ഫുൾ ലോക്കായി. തിരിച്ച് നിങ്ങൾ സ്ഥലത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇത് ഇട്ട് കത്തിയിട്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീണ്ടും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ഒരു 1 യൂസ് ലോക്കാണ് വരുന്നത്. അപ്പൊ 1 യൂസ് ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ചെയ്താൽ വീണ്ടും ലോക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും സേഫ്റ്റി ആണ് നോക്കുന്നത്. വെച്ചാൽ റോഡിലായാലും എവിടെയെങ്കിലും ഈ ട്രാൻസ്പോർട്ട് സമയത്ത് ആരെങ്കിലും ഒക്കെ പൊട്ടിച്ച് എടുക്കാനുള്ള ചാൻസസ് അതുപോലും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇങ്ങനെ ഒരു 1 ടൈം ലോക്കിംഗ് സിസ്റ്റം കൂടി വെച്ചിരിക്കുന്നത്. അപ്പൊ 10 kg ആണ് ഇങ്ങനെ ഒരു ബക്കറ്റ് ആയിട്ട് വരുന്നത്. റേറ്റ് ചോദിച്ചില്ല. ഇപ്പൊ 10 kg മേടിക്കുമ്പോൾ ട്രാൻസ്പോർട്ടിൽ കുറച്ച് കൂടുതലായിട്ട് ചാർജ് ചെയ്യും. ഒരു kgക്ക് 15 rupees to 16 rupees വരും. 15 rupees 15 rupees to 16 rupees വരും. ഇതേ നിങ്ങൾ 50 kg മേടിച്ചെങ്കിൽ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചാർജ് കുറച്ചിലായിട്ടുണ്ടാവും, ഡിക്രീസ് ആവും.
10 rupees to 12 rupees അങ്ങനെ അപ്പോൾ നമുക്ക് കൂടുതൽ kg മേടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ട്രാൻസ്പോർട്ട് ചാർജ് കുറയും. ഇപ്പോൾ 50 ആണ് 100 kg ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ട്രാൻസ്പോർട്ട് ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കൊറിയർ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ലാഭം കൂടുതൽ, പ്രോഫിറ്റ് കൂടുതൽ. അതേപോലെ മേഡം പ്രോഫിറ്റ് നിങ്ങൾ കൂടും. എത്ര കൂടുതലായിട്ട് നിങ്ങൾ മേടിക്കണോ അത്ര നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ട്രാൻസ്പോർട്ട് ചാർജ് മിച്ചമാവും നിങ്ങൾ. ഓക്കെ. ഇത് ഇപ്പോൾ 1 kg ഓരോത്തിൻ്റെയും റേറ്റ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പറയാം. അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ. പാക്കിംഗ് നേരത്തെ 1 കിലോൻ്റെ നമ്മൾ കാണിച്ചാൽ ഇപ്പം 10 kg നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് നോക്കാം നമുക്ക്. ഇത് 320 പറഞ്ഞല്ലോ മേഡം. ഇപ്പൊ 320 620 പോയിക്കൊണ്ടിരിക്കുകയാണ് മേഡം. 620 ആണ് ഇപ്പോഴത്തെ എക്സാക്ട് റേറ്റ്. ഇപ്പോഴത്തെ എക്സാക്ട് റേറ്റ് ആണ്. ഇപ്പോൾ റേറ്റ് കൂടി. 15 ഡേയ്സ്ക്ക് ബിഫോർ 570 ഉണ്ടായിരുന്നു. ഇപ്പോൾ റേറ്റ് കൂടി. ഇത് வந்து കോമഡിറ്റീസ് ആണ് മേഡം. ഇത് ഡെയിലി റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ റേറ്റ് കൊണ്ട് അനുസരിച്ച് നമ്മൾ ഇത് ആ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും റേറ്റിനെ കുറിച്ചിട്ട്. ക്വാളിറ്റി സെയിം ഇത് തന്നെയായിരിക്കും. ഇവരുടെ ഓൺ പറമ്പിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ സ്റ്റോക്ക് എപ്പോഴും വെക്കൂല. സ്റ്റോക്ക് ഉണ്ടാകും മേഡം. ഇവിടെ ഇത് ഒരു യൂണിറ്റ് പ്രോസസിങ് യൂണിറ്റ് മാത്രമല്ല, ഒരുപാട് യൂണിറ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇൻ കേസ് അധികമായിട്ട് വളരെ കൂടുതലായിട്ട് ഓർഡർ കിട്ടിയെങ്കിൽ നമ്മൾ മേടിച്ച് അത് എന്താ പറയുക ക്വാളിറ്റി കൺട്രോൾ ചെയ്യും. ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് ഏത് ക്വാളിറ്റി ബെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി നമ്മൾ സെൻഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് 620 ആണ് ഇപ്പോഴത്തെ. ഇപ്പോൾ 620 ആണ്. ഇത് ഇനിയിപ്പോ അടുത്തതും മറ്റേ വലിയ ഇത് 240 അല്ല 240 പറഞ്ഞല്ലേ. ഇത് 720 പോയി. 720. 100 rupees ഡിഫറൻസ്. ഇനി ഇത് 180 ആണ്. 180 ആണ് ഏറ്റവും ടോപ്പ് മേഡം. ഇത് 900 വരെയും പോയിക്കൊണ്ടിരിക്കുകയാണ് മേഡം. ഇതിപ്പോൾ 900 ആണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ. ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത്. നമുക്കിപ്പോൾ കുറച്ചൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഫുൾ 1 കിലോൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് വ്യത്യാസം വരും. ഇത് ഹോൾസെയിൽ റേറ്റ് ആണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ 1000ന്റെ മുകളിലേക്ക് പോകില്ല. അത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ 1500 കിലോനാ. പുറത്തോട്ട് റീറ്റെയിലിന്റെ കാര്യം പറയണത്. ഇവിടെ 900. അത് ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. അത് പ്രോസസ്സിംഗ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. ക്വാളിറ്റി അല്ല, ഇപ്പം എന്ത് സാധനമായാലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ ഇന്ന് കണ്ടതാവില്ല നാളത്തെ റേറ്റ്. അപ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ തുണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ തന്നെ എത്ര റേറ്റ് വരും? റേറ്റ് കുറയില്ലേ? ഇതിൽ റേറ്റ് കുറയും മേഡം. അതൊക്കെ എത്ര വരും? ഇത് 500 470 അങ്ങനെ കുറച്ചിലായിട്ട് ഡെയിലി റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഒരു 450 to 500 അങ്ങനെ ഉണ്ടാവും മേഡം. ഓക്കെ. ഈ തുണ്ട് വരുമ്പോൾ ഇത് 4 പീസിന്റെ ആയിരിക്കും. അപ്പോൾ 2 പീസ് വരുമ്പോൾ പിന്നെയും റേറ്റ് ഒരു പൊടിക്ക് കൂടും. അതെ മേഡം. 2 പീസ് വരുമ്പോൾ എത്രയായിരിക്കും? 2 പീസ് വരുമ്പോൾ അത് உங்களுக்கு ഇതിൽ ഇതിന്റെ റേറ്റും 320 റേറ്റ് ഓരളவுக்கு മാച്ച് ആവും മേഡം. സെയിം ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി ഇങ്ങനത്തെ പൊടി ആയിട്ടുള്ളത് വരുമ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് കളർ ആയിട്ടുള്ളത് ഇത് 150 ആണ് മേഡം. 150 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കിലോന്റെ പറയണത് കേട്ടോ. അപ്പോൾ കളർ ഉള്ളതിന്റെ പൊടി ആയിട്ടുള്ളത് വരുന്നതിന്റെ കിലോന് 150 ആണ്. അപ്പോൾ കളർ വൈറ്റ് കളർ പ്യുവർ ആയിട്ട് വരുന്നത് ഇത് വൈറ്റ് കളർ. ഇത് കട്ടിംഗ് SP എന്ന് പറയും. ഇത് കുറച്ച് കൂടുതലാണ് മേഡം. 370 മേഡം. 370 350 ഇങ്ങനെ കുറച്ച് ഡേ ടു ഡേ ഡിഫർ ആവും മേഡം. പിന്നെ ഓരോരോ ഔഷധത്തിന് ഓരോരോ രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ വീട്ടിലത്തെ ഔഷധത്തിനാണെങ്കിൽ മുന്നോട്ടുള്ളതുണ്ട്, അതുപോലെ 2 ആയിട്ടുള്ളതുണ്ട്. ബേക്കറി ഔഷധത്തിനാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ തുണ്ടായിട്ടുള്ളതുണ്ട്. അതുപോലെ കാറ്ററിംഗ് ഔഷധത്തിനാണെങ്കിൽ അത് ഇങ്ങനത്തെ കളറായിട്ടുള്ളത്. കാരണം ഗ്രേവിക്കൊക്കെ അവർക്ക് ഇങ്ങനത്തെ മതി. ബേക്കറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മതി. പിന്നെ നമ്മുടെ വീട്ടൗഷധത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ആയാലും കാര്യം നടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ഔഷധത്തിനുള്ള എല്ലാ തരം പ്രോസസ്സിങ്. ഇത് കൂടാണ്ട് പൊടിയായിട്ടുള്ളതില്ല, അതും സെയിൽ ചെയ്യും. പൗഡർ പോലത്തെ അതും സെയിൽ ചെയ്യും. അതും സെയിൽ ചെയ്യും. അതും വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും റേറ്റ് ഡിഫറൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവരുടെ വർക്കൊന്ന് നമുക്ക് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് വരും. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഓരോന്നോരോന്ന് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇതിനെ പറയണത് ഗ്രേഡിംഗ് എന്നാണ് പറയണത് കേട്ടോ. കാരണം ഇതിൽ തൊലിയുള്ളതും അതുപോലെ തന്നെ ബ്രേക്ക് ആയിട്ടുള്ളതും ഒക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇത് ഏറ്റവും ചെറിയ സൈസല്ലേ? ഇത് എത്ര സൈസ്? ഇത് SW എന്ന് പറയും മേഡം. ഇതും ബേക്കറി ബോണ്ട് ഐറ്റമാണ് മേഡം. ഇതല്ലേ? ഇത് 450 to 470 വരെ കിട്ടും മേഡം. ഇത് SW ആണ്. ഓരോരോ ഇതുണ്ടല്ലേ? ഇത് SW ആണ്. 450 അങ്ങനെ കിട്ടും. ഇതിലും വ്യത്യാസങ്ങളുണ്ട്. ഇതിലാകുമ്പോൾ ചെറിയ ഇങ്ങനെ കുത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുക. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റിയിട്ട് തരും കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെയാണ് കിട്ടുന്നത്. ഇതെല്ലാം ബേക്കറി യൂസ് മേഡം. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രോസസ്സിങ് അത് കറക്റ്റായിട്ട് ആ പെർഫെക്റ്റോട് കൂടിയിട്ടാണ് ഓരോ ലേഡീസും ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കും. 9 o'clock തൊട്ട് സ്റ്റാർട്ട് ആവും മേഡം. രാവിലെ മോർണിംഗ് 9 o'clock തൊട്ട് എത്ര മണി വരെ?
ഈവനിങ് 6 o'clock ഉണ്ട്. 6 സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓഫ് മേഡം. സൺഡേ ഓഫാണ്. അപ്പോൾ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്താലോ? നമ്മൾ പറയാം മേഡം. പറയാം. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ലൊക്കേഷനും കൂടി ഒന്ന് നോക്കാം. இன்னும் കുറച്ച് കൂടെ പറയാം മേഡം. ഇതിൽ നമ്മ സ്ഥലമുണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരുപാട് കൺട്രീസ് എക്സ്പോർട്ട് ആവുന്നു. സിംഗപ്പൂർ, മലേഷ്യ, ദുബായ് ഇങ്ങനെ കൺട്രീസിക്ക് എക്സ്പോർട്ട് ആവുന്നു. എക്സ്പോർട്ട് ഓർഡർ വന്നെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റും. അത്രത്തോളം നമ്മുടെ അടുത്തുള്ള ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന് പ്രോസസ് ചെയ്യുന്നു. എത്ര ഓർഡർ കിട്ടിയെങ്കിലും നമ്മൾ തരാൻ സാധിക്കും. അതിൽ എന്തോ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ആഫ്രിക്കൻ കാഷ്യൂനട്ടും കിട്ടും, അതുപോലെ ഇന്ത്യൻ കാഷ്യൂനട്ടും ഇവിടെ കിട്ടും. എക്സ്പോർട്ടും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് റാ കാഷ്യൂനട്ട് എടുക്കും മേഡം. ഈ കാഷ്യൂനട്ട് നിങ്ങൾ കാണിച്ചില്ല. റോ കാഷ്യൂനട്ട് എടുത്തിട്ട് അതിലും പ്രോസസ്സിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. പിന്നെ ഈ കാഷ്യൂനട്ടാണ് മേഡം ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. ഈ കാഷ്യൂനട്ട് വരും. ഈ കാഷ്യൂനട്ട് ഇത് പ്രോസസ് ചെയ്താണ് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പിന്നെ എക്സ്പോർട്ടും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും ഇതിന് ഈ കാണുന്നത് മാത്രമല്ല, ഇതിൽ തന്നെ പ്രോസസ്സിങ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തത്തെ തോല് കളഞ്ഞിട്ട് അതിന് പുറത്ത് പിന്നെയും തൊലിയുണ്ട്. അതൊക്കെ കളഞ്ഞതിന് ശേഷം കറക്റ്റ് ആ ഒരു വൈറ്റ് കളർ. പിന്നെ ആഫ്രിക്കനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് കുറച്ച് വൈറ്റ്നെസ് കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പറയുമ്പോൾ നമുക്കൊരു റെഡ്നെസ് ബ്ലാക്ക് അങ്ങനത്തെ സംഭവമൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ ഇവിടെ ഗ്രേഡിങ് ചെയ്തതിന് ശേഷം ഓരോരോ പാക്കറ്റിലാക്കിയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ എന്തോരം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു കാഷ്യൂനട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് തന്നെ അല്ലേ? ഇത്രയും ഡിഫിക്കൽട്ടാണ് ഓരോരോ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലൊക്കേഷൻ പറയാം. ഓക്കെ, വരും. ഗ്രേഡിങ് ഇത്രയും അധികം ലേഡീസ് ഇരുന്നിട്ട് എത്രയും സ്പീഡിലാണ് കേട്ടോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേ. ചെറുതും വലുതും അങ്ങനെ പലതരം വെറൈറ്റീസ് ഒക്കെ കാഷ്യൂനട്ട് തന്നെ. പക്ഷെ നമുക്ക് കൺമുന്നിൽ കാണുമ്പോൾ എല്ലാതും കാഷ്യൂനറ്റ്, പക്ഷെ അതിൽ തന്നെ വെറൈറ്റികളുണ്ട്, ചെറുതും വലുതും പൊടിയുള്ളതും അങ്ങനെ. അപ്പം ഞാൻ ലൊക്കേഷൻ പറയാം. നമ്മളിപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട്രൂട്ടിയിൽ നിന്ന് സാത്തിപ്പട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. തമിഴ്നാട് പണ്ട്രൂട്ടി എക്സാക്ട് ലൊക്കേഷൻ അവിടെ നിന്ന് സാത്തിപ്പട്ട് മേഡം. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ വരാം. ഈ വഴിയില്ല, അത് നിങ്ങൾ ഇത് ഉഴുന്തൂർപേട്ട റോഡ് പോകുന്നത്. ഉഴുന്തൂർപേട്ട കോയമ്പത്തൂർ പോകില്ല, ആ റോഡ് നിങ്ങൾ പോകുന്നത്. ഇത് നെയ്വേലി തഞ്ചാവൂർ ഇങ്ങനെ പോകുന്ന റോഡാണ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ആൾക്കാർ വന്ന് പിക്ക് ചെയ്യും. അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ വരാനായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ആയിട്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും മേഡം. എല്ലാ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ അടുത്ത് ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യും. ഒരുപാട് കമ്പനീസ് നമ്മുടെ അടുത്തുണ്ട്. ട്രേഡിംഗ് നമ്മുടെ അടുത്ത് ഇത് കമ്മീഷൻ 0 കമ്മീഷൻ മേഡം. 0% കമ്മീഷനാണ്. ₹1 കൂടെ കമ്മീഷൻ മേടിക്കില്ല. എന്ത് ട്രേഡിംഗ് ഫീ അത് മാത്രം ഉണ്ട്. മറ്റേ ഏതോ ഒരു ചാർജും ഇല്ല മേഡം. അതുകൊണ്ട് ബെസ്റ്റ് നമ്മൾ സർവീസ് കൊടുക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ശരിക്കും ആ ഒരു ഫാക്ടറി കാണുന്നത്. ഈ കാണുമ്പോൾ ചെറുതാണെങ്കിൽ ഉള്ളിൽ അത്യാവശ്യം നല്ലോണം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ലേഡീസ് ഇരുന്നിട്ട് ഓരോരോ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ പേര് എന്താ പറഞ്ഞത്? നമ്മ ട്രേഡേഴ്സിന്റെ പേര് അൽ അക്സ ട്രേഡേഴ്സ്. അൽ അക്സ AL പിന്നെ KSA അൽ അക്സ എന്നുള്ള ട്രേഡേഴ്സ് ആണ്. അതുപോലെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി വരുന്നത്. കാഷ്യൂനട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ആ ഒരു മിഷീൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതിനേക്കാളും അപ്പുറത്താണ് ഉള്ളിൽ നടക്കുന്നത്. വെറുതെ നമ്മളെ ചക്ക ചക്കര സീസൺ ആണോ? ചക്ക തമിഴ്നാട് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഫസ്റ്റ് കാഷ്യൂനട്ട് ആണ്, രണ്ടാമത്തെ ഇത് ചക്കപ്പഴമാണ്, ജാക്ക് ഫ്രൂട്ട് ആണ്. ചക്കര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ ശരിക്കും ഇത് പ്രോസസ് മെയ് ജൂൺ സമയത്ത് ജൂണിന്റെ സമയത്ത് മാത്രം ഇവിടെ ദേശീയ കാഷ്യൂനട്ട് കിട്ടും. എന്നിട്ട് അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫുൾ 365 ഡേയ്സ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അങ്ങനെ കിട്ടൂല, അത് സീക്രമേ ഇത് പെട്ടെന്ന് തീർന്നു പോകും. അത്ര ഡിമാൻഡ് ഉണ്ട് മേഡം. നോർത്ത് ഇന്ത്യയിലെ വളരെ ഡിമാൻഡ് കാഷ്യൂനട്ട് മേഡം. അവർ ബിരിയാണിയിലിടും ഒരുപാട്. അത് പറഞ്ഞില്ലെങ്കിൽ ഗ്രേവി അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതിനാல പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഹൈ ഡിമാൻഡ്. അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്ക കൺട്രീസിൽ ഇമ്പോർട്ട് ചെയ്ത്
ഇവിടുന്ന് പ്രോസസ്സിങ് ഏത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുതലുള്ള സാധനം പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യനും അതുപോലെ തന്നെ ആഫ്രിക്കനും കാഷ്യൂനട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് മിനിമം എടുക്കേണ്ടത് 5 kg തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. 5 kg 10 kg 20 50 അങ്ങനെ. അപ്പോൾ എത്ര കൂടുതൽ എടുക്കണോ അതിനനുസരിച്ചിട്ട് കൊറിയർ ചാർജ് കുറയും കേട്ടോ. അപ്പോൾ 1 kg ആണെങ്കിൽ 15 റുപ്പീസ് ആണ് വരുന്നത്. പക്ഷെ കൂടുതൽ എടുക്കുമ്പോൾ അത് 10-ലേക്കായി മാറും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്രസ്സ് വരുന്നത്. സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ പേര് ചോദിച്ചില്ല ഇത്ര നേരം കൂടെ. മുഹമ്മദ്, താങ്ക് യു സോ മച്ച് ട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ. ഇന്നൊരു ഇത് പറയും മാഡം, ഈ നമ്മള് സ്ഥലമുണ്ടല്ല, ഈ സ്ഥലം ടോട്ടൽ ടേൺ ഓവർ ഒരു മാസത്തിന്റെ ടേൺ ഓവർ 1200 crores ടേൺ ഓവർ ആണ് ഒരു സ്ഥലമാണ് മാഡം. ഇവിടെ വെറും കാഷ്യൂനട്ടിന്റെ ബിസിനസ് മാത്രം. ഓക്കെ, കാഷ്യൂനട്ട് മാത്രം. അത്രയും വലിയൊരു പ്രോസസ്സിംഗ് കാര്യങ്ങൾ, അത്രയും വലിയൊരു ബിസിനസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാഷ്യൂനട്ടിന്റെ പ്രോസസ്സിംഗ് നടക്കുന്ന. ലേഡീസിനും അതുപോലെ വർക്കേഴ്സിന് ഇഷ്ടംപോലെ വർക്കേഴ്സ് ഉണ്ട് ലേഡീസ് ആയിട്ട് തന്നെ. 2000+ വർക്കേഴ്സ് മാഡം ഇവിടെ ഈ സ്ഥലത്തിൽ. എന്നുവെച്ചാൽ ഇവർക്ക് ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് വേറെ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും കൂടിയിട്ടായിട്ട് 2000+ വർക്കേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷനിലാണ് വന്നിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഒരു കാഷ്യൂനട്ടിൻ്റെ ഒരു പ്രോസസ്സിംഗ് മാത്രം കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുക, റേറ്റ് കുറവുണ്ട്. ഹോൾസെയിൽ റേറ്റിനാണ്. കിലോന് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ 150 ആണ് കിലോന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടെ തമിഴ്നാട് വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇനി കേരളത്തിലേക്ക് പോകാം. പക്ഷെ ബൾക്കായിട്ട് കുറേ 5 kg നമ്മൾ കൊടുക്കുന്നത് മാഡം. ഓക്കെ, അല്ലെങ്കിൽ 10 kg ആണോ? മിനിമം 10 kg മാഡം. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കാണ് 5 kg അവർ സ്റ്റാർട്ടിങ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കുമ്പോൾ 10 kg ഒക്കെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് പോകുന്നത് തന്നെ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 5 kg തൊട്ട് സ്റ്റാർട്ടിങ്. അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. റേറ്റ് വൈസ് നിങ്ങളൊക്കെ നോക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇനി താങ്ക് യു. വെൽക്കം.